ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളത്തിൽ ഹമാസ് തീവ്രവാദം എത്രത്തോളം എത്തി എന്ന് ചോദിച്ചാൽ കായംകുളം, ആലപ്പുഴ, അതെ. അതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നു, ഇത്രയും രാജ്യങ്ങളുണ്ടായിട്ട് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു നാട് പോലും ഹമാസ് നേതാക്കളെ കൊണ്ടുവന്നിട്ട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ മലപ്പുറത്തിന്റെ മണ്ണിൽ ഒരു വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് ഖാലിദ് മിഷേൽ എന്ന തീവ്രവാദി. പല രാജ്യങ്ങളും കോടിക്കണക്കിന് മൂല്യം കൽപ്പിച്ചിരിക്കുന്ന ആ തീവ്രവാദ തല തുടക്കം മുതൽ ഒടുക്കം വരെ ഛർദിച്ചത് അത്രയും ഹർഷാരവങ്ങളോടെ നിറഞ്ഞ കയ്യടിയോടെയാണ് കേരളത്തിന്റെ മലപ്പുറം മണ്ണ് സ്വീകരിച്ചത് എന്ന് മറക്കരുത്. നമുക്ക് കേരളത്തിന്റെ മലപ്പുറത്തിൽ ഒരു സ്ഥാനമുണ്ട്, നമുക്ക് മോശമല്ലാത്ത ഒരു സ്പേസ് ഉണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കുകയായിരുന്നു. ഹമാസിന് പരസ്യമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും നിങ്ങളോടൊപ്പമാണ് ഞങ്ങൾ എന്ന് വിളിച്ചു പറയുകയും ചെയ്തപ്പോൾ നമ്മളൊക്കെ ശക്തമായി പ്രതികരിച്ചിരുന്നു, പ്രതിഷേധമറിയിച്ചിരുന്നു. പക്ഷേ വേണ്ടുന്ന രൂപത്തിൽ അതിനെ മുഖവിലക്കെടുക്കാൻ നമ്മുടെ നാട്ടിലെ പ്രധാനിമാരാരും തയ്യാറായില്ല. അത്തരം വിഷയങ്ങളൊന്നും ചാനൽ ചർച്ചയ്ക്ക് സജീവമായതുമില്ല. ആലപ്പുഴ ജില്ലയിലെ കായംകുളം MSM കോളേജ് വിദ്യാർത്ഥികളുടെ ഹമാസ് ഫാൻസി ഡ്രസ് ദേശീയ ചർച്ചയാകുക തന്നെയാണ് വേണ്ടത്. കാരണം ലോക ചരിത്രങ്ങളിൽ ഇന്നേ വരെ ഒരു തീവ്രവാദ സംഘടനകൾക്കോ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾക്കോ വേരോട്ടമില്ലാതിരുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ മണ്ണ ചരിത്രം മാറ്റിക്കുറിക്കുകയാണ്. കോളേജ് ആർട്സ് ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന ആഘോഷ പരിപാടിയിലെ വൈറലായ വീഡിയോയും ചിത്രങ്ങളും പ്രചരിച്ച പശ്ചാത്തലത്തിലാണ് ഇത് വൈറൽ ചർച്ചയാകുക തന്നെ വേണം. എന്തുകൊണ്ടാണ് ഈ ഹമാസ് തീവ്രവാദികൾക്ക് ഇത്രയധികം സ്ഥാനം കൽപ്പിക്കാൻ കേരളത്തിലെ മലബാർ മുസ്ലിങ്ങൾ തയ്യാറാകുന്നത് എന്ന് ലോകമറിയട്ടെ, നാടറിയട്ടെ ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രവാദം എന്താണെന്ന്. കറുത്ത നിറത്തിലെ വസ്ത്രങ്ങളും മുഖമൂടിയും ധരിച്ച് കണ്ണുകൾ മാത്രം കാണിച്ച് കൈകളിൽ ആയുധങ്ങളുമായി പൊതുനിരത്തിലൂടെ മാർച്ച് ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് നിങ്ങൾ ആരും കണ്ടില്ലേ? എന്തേ പ്രതികരണശേഷി ഇല്ലാതായി പോകുന്നത്? അണ്ണാക്കിൽ പഴം തിരികെ വെച്ചിരിക്കുകയാണോ നിന്റെയൊക്കെ? മിണ്ടിത്തീരുന്നതിന് മുമ്പ് ചാനൽ ചർച്ചകൾ സംഘടിപ്പിക്കുകയും എഴുതുകയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന നവോത്ഥാന നാറികൾ എവിടെ പോയി? പ്രതികരിക്കുന്നത് ആർക്കെതിരെയാണ് എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധമില്ലെങ്കിലും പ്രതികരിക്കാതിരിക്കുന്നവർക്കറിയാം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിച്ചിരുന്നു. ഇവരിൽ പലരുടെയും കൈകളിലെ പലസ്തീൻ പതാക ശ്രദ്ധിക്കണം. അതിനു മുമ്പാണ് ഇന്തിഫാദയുണ്ടായത്. ഒരു കലാലയത്തിന് നൽകുന്ന പേരാണ്, ഒരു കലോത്സവത്തിന് നൽകുന്ന പേരാണ് ഇന്തിഫാദ, സായുധ കലാപം. എന്തേ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് നമ്മുടെ നാട്ടിൽ പരസ്യമായി നടക്കുന്നത്? തീവ്രവാദത്തെ നെഞ്ചോട് ചേർത്ത് പോകുന്ന ഈ ഒരു നാടിന്റെ ഇന്നത്തെ പശ്ചാത്തലം നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് പറഞ്ഞാൽ നമുക്കെതിരെ കേസ് വരുവാണ്. വരട്ടെ, എത്ര കേസ് എടുക്കും ഒരാൾക്കെതിരെ? ഇത് പറയാതിരുന്നാൽ എന്റെ നാട് നാളെ ഇന്നത്തെ പലസ്തീനായി പോകും. അതുകൊണ്ട് ഞാൻ പറയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ ജയിലുകൾക്ക് എല്ലാ കാലവും ഒന്നും നമ്മളെ സംരക്ഷിക്കാൻ പറ്റില്ലല്ലോ. എന്നെങ്കിലും ഒരിക്കൽ നമ്മളെ ഇറക്കി പുറത്തു വിടില്ലേ, അന്ന് വീണ്ടും ഈ രാജ്യത്തിനു വേണ്ടി സംസാരിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെയും ഈ തീവ്രവാദികൾക്കെതിരെയും സംസാരിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ തന്നെയാണ് തീരുമാനം. ഇവരുടെ കയ്യിലിരിക്കുന്ന പലസ്തീൻ പതാക ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ തീവ്രവാദ സംഘടനയായി ചില രാജ്യങ്ങൾ കണക്കാക്കുന്ന ഹമാസ് പ്രവർത്തകരുടെ സായുധ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിരലിലെണ്ണാവുന്ന ആളുകളെങ്കിലും പ്രതികരിച്ചു കാണുന്നത്. ഇതിലെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് പല നേതാക്കന്മാരും
അതായത് നമ്മുടെ നാട്ടിലെ മുസ്ലിം നേതാക്കന്മാരാരും പ്രതികരിക്കില്ല കേട്ടോ, ഇടതു വലത് നേതാക്കന്മാരാരും ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല കേട്ടോ. പക്ഷെ എന്തായിരുന്നാലും ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ദേശീയ അന്വേഷണ ഏജൻസിയെയും ചേർത്ത് ടാഗ് ചെയ്ത് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തന്റെ പ്രതിഷേധം ശക്തമായ രൂപത്തിൽ അവരറിയിച്ചിട്ടുണ്ട്. അതെ, നമുക്ക് ഈ നാടിനോട് പ്രതിബദ്ധതയുണ്ടാകണം. നമ്മുടെ നാട് നാളെ ഈ പ്രതികാരദാഹവുമായി നടക്കുന്ന, ഇന്നല്ലെങ്കിൽ നാളെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ തീവ്രവാദികളുടെ കരങ്ങളിൽ അമരാതിരിക്കണമെങ്കിൽ നമ്മൾ ശബ്ദിച്ചേ തീരൂ. ഹമാസ് ആലപ്പുഴയിലാണോ? ആലപ്പുഴ വരെ എത്തിപ്പോയോ ഹമാസ്? വോട്ടിന് വേണ്ടി കോൺഗ്രസ് 4 വോട്ടിന് വേണ്ടി ഇടതനും വലതനും കളിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ നാടകമുണ്ടല്ലോ, ഇത് നമ്മൾ തിരിച്ചറിയണം. ഇവരുടെ കപട മതേതരത്വം വലിച്ചു കീറാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇവരെല്ലാ കാലവും അധികാരത്തിലേറിയിട്ടുള്ളത് നോക്ക്, ഇടതന്റെയും വലതന്റെയും കയറി വന്നിട്ടുള്ള ചരിത്രങ്ങളൊന്ന് നോക്കിയാൽ മതി. ഈ മുസ്ലിം തീവ്രവാദങ്ങളെ തലങ്ങും വിലങ്ങും പ്രീണിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും പ്രതികരിക്കേണ്ടുന്ന പല സന്ദർഭങ്ങളിലും മൗനം അവലംബിച്ചും തന്നെയാണ് ഇവർ കയറി വന്നിട്ടുള്ളത്. അല്ലെന്ന് പറയാമോ ഇവരുടെ ചരിത്രം അറിയുന്നവർക്ക്? 4 വോട്ടിന് വേണ്ടിയും അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നതിന് വേണ്ടിയും ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാനും വേണ്ടി വന്നാൽ ഈ നാടിനെ തീരെഴുതി കൊടുക്കാനും മടിയില്ലാത്ത അധികാര മോഹം മാത്രം തലച്ചോറിൽ കൊണ്ടു നടക്കുന്ന ഇടതു വലതു രാഷ്ട്രീയ കക്ഷികൾ ഈ നാടിനാപത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വോട്ടിന് വേണ്ടി മാത്രം ഇടതനും വലതനും തീവ്രവാദ സംഘടനകളെ, പ്രത്യേകിച്ച് SDPI പോലെയുള്ള, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള, സിമി പോലെയുള്ള, NDF പോലെയുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത ഈ തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുകയും അവർ ഹമാസ് തീവ്രവാദികളുടെ വേഷമിട്ട് പരസ്യമായി രംഗത്തു വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണെന്ന് നമ്മൾ ഉള്ളത്. സൗമ്യ സുരേഷിനെ പോലെയുള്ള മലയാളികൾ ഹമാസ് ആക്രമണത്തിൽ മരണപ്പെട്ടപ്പോൾ, ഒട്ടേറെ ഇന്ത്യക്കാർക്ക് പരിക്കേറ്റപ്പോൾ നമുക്കറിയാം, നമ്മുടെ മനസ്സു വിങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിൽ പങ്കുചേർന്നിട്ടുണ്ട് അവരുടെ വേദനകളിൽ. തീവ്രവാദ സ്വഭാവമുള്ള ആലപ്പുഴയിലെ സ്ലീപ്പർ സെല്ലുകൾ നമ്മുടെ നാടിനൊരു മുന്നറിയിപ്പാണ്. നാളെ ആകാൻ പോകുന്ന ഇസ്ലാമിക രാജ്യമാണ് നമ്മുടേത് എന്ന മുന്നറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. തന്നെയുമല്ല, പെട്ടിയും കിടക്കയും വലിച്ചെറിഞ്ഞ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്ന നമ്മളെ പോലെയുള്ള ആളുകൾ ആണ് ഈ സംഭവങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. പുരാണ കഥാപാത്രങ്ങൾ ഉൾപ്പെടെ വേഷമിട്ട വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം പേജുകളിൽ പങ്കുവച്ചിരുന്നതായി അധികൃതർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 20-ലേറെ വിദ്യാർത്ഥികളാണ് വിവാദ ഫാൻസി ഡ്രസ്സിൽ പങ്കെടുത്തത്. ഇതിൽ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. മാർച്ച് 4-ാം തീയതി മുതൽ 7-ാം തീയതി വരെ നടന്ന കോളേജ് ആർട്സ് ഡേയുടെ ഭാഗമായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസം മുതലാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത്. സഹോദരങ്ങളെ, നമ്മൾ വലിയ ഒരു വിപത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഒരു വാക്കുകൊണ്ടെങ്കിലും നമ്മുടെ ഈ അമർഷം രേഖപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് തേങ്ങാത്തൊലിയാണ്, എന്ത് മാങ്ങാത്തൊലിയാണ് ഈ രാജ്യസ്നേഹത്തെ കുറിച്ച് നമുക്ക് വീമ്പിളക്കാനുള്ളത്? നന്ദി.